അക്വിറ്റീസ് ഈ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ജീവിച്ച് സ്വർഗീയ വിശുദ്ധി സ്വന്തമാക്കിയ ഒരു പുണ്യാത്മാവ്. ദിവ്യകാരുണ്യത്തെ സ്വർഗീയ പാതയാക്കിയ ധന്യജീവിതം. നവയുഗത്തിലെ ഇന്റർനെറ്റിന്റെ സാധ്യതകളെ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗപ്പെടുത്തിയ വിശുദ്ധ ജീവിതം. തികഞ്ഞ IT പ്രതിഭ. സ്വന്തമായി വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിച്ച യുവാവ്. വെറും 15 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ കാർലോ അക്വിറ്റീസ്. 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവനായി തിരുസഭ പ്രഖ്യാപിച്ച ഈ പുണ്യാത്മാവിനെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ശാലോം TVയിലെ ഹൈവേ ടു ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹൈവേ ടു ഹെവനിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ കേൾക്കുന്നത് കാർലോ അക്വിറ്റീസ് എന്ന് പറയുന്ന വിശുദ്ധ വഴിയിൽ ജീവിച്ച് 15-ാമത്തെ വയസ്സിൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടൊരു ചെറുപ്പക്കാരനെ കുറിച്ചാണ്. യേശുക്രിസ്തുവിനെ അത്രയധികം സ്നേഹിക്കുകയും ക്രിസ്തുവിനോട് ഏറ്റവും ചേർന്നിരിക്കാൻ കൊതിക്കുകയും പ്രത്യേകിച്ച് ദൈനംദിന ജീവിതത്തിൽ വിശ്വാസ പരിശീലനത്തിന് ലഭ്യമാകുന്ന വിശുദ്ധ കുർബാന, കുമ്പസാരം, മാതൃഭക്തി, ഇതിലെല്ലാം ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി 15 വർഷമാണ് ജീവിച്ചുള്ളൂവെങ്കിലും ആ 15 വർഷം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വിശ്വസ്തയോടെ കർത്താവിനോട് ചേർന്ന് ജീവിച്ച കാർലോ അക്വിറ്റീസിനെ കുറിച്ചാണ് നമ്മുടെ 2 ബ്രദേഴ്സും അവർ നടത്തിയ പഠനങ്ങളുടെയും അവർക്ക് കിട്ടിയ വിശ്വസനീയമായ പങ്കുവെക്കലുകൾ, പ്രത്യേകിച്ച് കാർലോ അക്വിറ്റീസിൻ്റെ പേരൻസിൽ നിന്നൊക്കെ കിട്ടിയ പങ്കുവെക്കലുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും കാർലോ അക്വിറ്റീസിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന മേഖലയാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. അത് വിശുദ്ധരുമായി കാർലോ അക്വിറ്റീസിനുണ്ടായിരുന്ന, വിശുദ്ധരെ കുറിച്ചുണ്ടായിരുന്ന, തീർച്ചയായിട്ടും വിശുദ്ധരുടെ ഒരു മാധ്യസ്ഥത്തിലുള്ള ഒരു ഇത് എന്നതിലപ്പുറം വിശുദ്ധരുടെ ജീവിതത്തോട്, ചില പ്രത്യേക വിശുദ്ധരോട് അതുപോലെ അടുപ്പം കാർലോ അക്വിറ്റീസിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ കാർലോ അക്വിറ്റീസിൻ്റെ ജീവിതത്തിൽ ചില വിശുദ്ധർ അതുപോലെ നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ആർക്ക് വേണമെങ്കിലും പങ്കുവെച്ച് തുടങ്ങാം. വിശുദ്ധ യോഹന്നാൻ സ്ലീഹയാണ് കാർലോ അക്വിറ്റീസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് യോഹന്നാൻ സ്ലീഹയാണ് വിശുദ്ധ കുർബാനയെപ്പറ്റി ഏറ്റവും മനോഹരമായ രീതിയിൽ, വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തെപ്പറ്റി വളരെ മനോഹരമായ രീതിയിൽ തൻ്റെ സുവിശേഷങ്ങളിലൂടെ നമ്മളെ അറിയിച്ചത്. ഇത് തന്നെയാണ് അദ്ദേഹത്തിന് കൂടുതൽ വിശുദ്ധ കുർബാനയോടുള്ള താല്പര്യവും സ്നേഹവും ഒക്കെ വളരാൻ സഹായിച്ചത്. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയെപ്പറ്റി ചിന്തിക്കുമ്പോഴും വിശുദ്ധ കുർബാനയെപ്പറ്റി കൂടുതൽ അറിയാനും കാർലോ അക്വിറ്റീസ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം മാതൃകയാക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. യോഹന്നാൻ സ്ലീഹയെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്, ബിലൗഡ് ഡിസൈബിൾ എന്നറിയപ്പെടുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന രീതിയിൽ കാർലോ അക്വിറ്റീസിനും ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനാകാൻ, ഒരു വിശുദ്ധനാകാൻ, ഒരു മകനാകാൻ കാർലോ അക്വിറ്റീസും ജീവിതത്തിൽ ശ്രമിച്ചു. ഈ കാർലോ അക്വിറ്റീസിൻ്റെ ജീവിതത്തിൽ വിശുദ്ധ യോഹന്നാൻ സ്ലീഹയെ പോലെ ഈശോയോട് ചേർന്ന് നിൽക്കുവാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയോട് കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും ധന്യനായ കാർലോ അക്വിറ്റീസും തൻ്റെ ജീവിതത്തിലൂടെ ശ്രമം നടത്തി. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ ഈശോയുടെ വർഷത്തിൽ ചാരിക്കിടന്നെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അത്രയധികം ഒരു സ്വാതന്ത്ര്യം യോഹന്നാൻ സ്ലീഹായ്ക്ക് ഈശോയോടുണ്ടായിരുന്നു. ഈ ഒരു സ്വാതന്ത്ര്യം ഏറ്റവും മനോഹരമായ രീതിയിൽ അനുഭവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് കാർലോ. നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ യോഹന്നാൻ സ്ലീഹയെ പോലെ ഈശോയോട് ചേർന്ന് നിൽക്കുവാനും ഈശോയുടെ ഒപ്പമായിരിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ യോഹന്നാൻ സ്ലീഹയുടെ കയ്യിലാണ് തൻ്റെ അമ്മയെ ഭാരമേൽപ്പിക്കുന്നത്. ഈ ഒരു ചിന്തയാണ് കാർലോയെ തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചത്. അമ്മയുടെ കൂടെ ആയിരിക്കുവാൻ, എൻ്റെ സ്വന്തം അമ്മയാണ്,
പരിശുദ്ധ കന്യകാമറിയം എന്ന ചിന്ത കാർലോയുടെ ജീവിതത്തിൽ വളർന്നു വന്നതും ഈ യോഹന്നാൻ സ്ലീഹയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സ്ലീഹയുടെ മാതൃക അദ്ദേഹത്തിന് കാർലോയ്ക്ക് വളരെയധികം സുപ്രധാനമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. താങ്ക് യു ബ്രദർ. പറയുമ്പോൾ ഇപ്പോൾ ജോൺ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരുപക്ഷെ നമ്മൾ ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെ കാര്യം എടുത്താലും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിത സാഹചര്യങ്ങൾ, ഒരു കുടുംബത്തിലെ മക്കളെ എടുത്താലും എല്ലാവർക്കും ഒരുപക്ഷെ അതുപോലെ സ്നേഹമുണ്ടാവും മാതാപിതാക്കളോട്. പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയൊക്കെ വ്യത്യസ്തം. ചിലർക്ക് പ്രകടിപ്പിക്കാൻ അത്ര വശമില്ല, ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുകളാണ്. പക്ഷേ പ്രകടിപ്പിക്കുന്നതിന് ഒരു മാധുര്യം കൂടുതലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിനാണ് കൂടുതൽ ഒരർത്ഥത്തിൽ അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്കതൊരു അനുഭവമാകുന്നത് പ്രകടിപ്പിക്കുമ്പോഴാണ്. അത്തരത്തിലാണ് യോഹന്നാൻ സ്ലീഹയെ പലപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ യോഹന്നാനേക്കാൾ കൂടുതൽ സ്നേഹമുള്ളവരുണ്ടാകാം, നമുക്കറിയത്തില്ല ഇതിനകത്ത്. പക്ഷേ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് യോഹന്നാൻ സ്ലീഹയെ വ്യത്യസ്തനാക്കുന്നത്. അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുകയും പറയുകയും ഉറക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് സുവിശേഷത്തിൽ തന്നെ. ഞാൻ അനുഭവിച്ചൊക്കെ ഇത് തന്നെ തീരില്ല, അതുപോലെ എഴുതാനുണ്ട് എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ആളാണ് യോഹന്നാൻ. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും മനസ്സിലാവുന്നത്, ഇത്രയും ഒരു ജ്ഞാനവും അന്വേഷണവും ഒക്കെ നടത്തുന്ന മിടുമിടുക്കനായ ചെറുപ്പക്കാരൻ സ്നേഹം പ്രകടിപ്പിക്കുന്നതിലും പഞ്ഞം കാണിക്കാത്ത ആളായിരുന്നു എന്ന് നമ്മൾ പാവങ്ങളുള്ള സമീപനത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ യോഹന്നാൻ അങ്ങനെ ഒരു സ്വാധീന ഘടകമാകുന്നത് യേശുവിനോടും സ്നേഹം പ്രകടിപ്പിക്കാൻ തന്നെയായിരുന്നു. ബാക്കി എല്ലാത്തിൻ്റെ അടിസ്ഥാനം കാർലോയുടെ ജീവിതത്തിൽ എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു, യോഹന്നാൻ അത്തരത്തിൽ കാർലോയെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു കാർലോ എന്നാണ് നമ്മൾ ഇതിൽ കൂടെ ആവർത്തിച്ച് പറയുന്നത്. നമുക്ക് തീർച്ചയായും വിശുദ്ധരിലേക്കൊന്ന് വരാം. വിശുദ്ധരായ ആളുകളുടെ കാർലോയുടെ ജീവിതത്തിലൊരു സ്വാധീനത്തെക്കുറിച്ചൊന്ന് പറയാം. മറ്റു വിശുദ്ധർ? തീർച്ചയായിട്ടും കുറേ വിശുദ്ധർ കാർലോയ്ക്ക് മാതൃകയായിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനം അർഹിക്കുന്ന 2 വിശുദ്ധരുണ്ട്. ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ ഡൊമിനിക് സാവിയെ പറ്റി പ്രതിപാദിച്ചു. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ ഷാലോം പരിപാടികൾ കാണുന്ന പ്രേക്ഷകരാണ് നമ്മളെല്ലാവരും. നേരത്തെ ഷാലോമിൽ വിശുദ്ധ ടാർസ്യൂസിനെ പറ്റി ഒരു സിസ്റ്റർ ക്ലാസ് എടുക്കുന്ന ഒരു ഇത് കാണാൻ ഞാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഈ ടാർസ്യൂസിനെ പറ്റി അധികം പറയേണ്ട കാര്യമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടങ്ങളിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ രക്തസാക്ഷിത്വം വരിച്ച ഒരു ബാലനാണ് ടാർസ്യൂസ്. അതും അന്ന് ആ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ കുർബാന ഒരു രോഗിക്കോ ആർക്കോ കൊണ്ടു കൊടുക്കാൻ പോലും പേടിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് തടവിലായിരിക്കുന്നവർക്ക് പരിശുദ്ധ കുർബാന കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഒരാൾ പോകണമെന്ന് അവിടുത്തെ വൈദികൻ പറഞ്ഞു. അപ്പോൾ ടാർസ്യൂസ് പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ പെർപ്ലക്സ്ഡ് ആയിട്ട് നിൽക്കുക, ആര് പോകും? എല്ലാവരും ആര് പോയാലും അവരെ വെട്ടിക്കൊല്ലും, അപ്പോൾ ആർക്കും ധൈര്യമില്ല. അപ്പോൾ ആ ഒരു ചെറിയൊരു ബാലൻ കയറി വന്നിട്ട് പറഞ്ഞു, ഞാൻ പോകാം. അപ്പം കാർലോ ഈ ജീവചരിത്രം പിന്നെ എടുത്ത് വായിച്ചു നോക്കി, ഞാൻ പോകാം. ആ ധൈര്യം കാർലോ അവിടെ സമ്പാദിക്കുമോ? വായിച്ചിട്ട് ഞാൻ പോകാം എന്നുള്ള ആ ഒരു ധൈര്യം വീണ്ടും കാർലോയുടെ ജീവിതത്തിലേക്ക് കാർലോ എടുക്കാൻ നോക്കുക. അപ്പോൾ ടാർസ്യൂസ് പറയുന്നു, ഞാൻ പോകാം. അപ്പോൾ നിനക്ക് പ്രായക്കുറവ്, നീ പോകണ്ട. അപ്പോൾ അദ്ദേഹം പറയും, എൻ്റെ പ്രായക്കുറവാണ് അതിനെ ബലമതിക്കുന്നത്. മറ്റുള്ളവർ എൻ്റെ പ്രായക്കുറവിനെ അവർ മാനിച്ചുകൊണ്ട് ഞാൻ എന്താ കൊണ്ടുവന്നതെന്ന് അവർക്കൊന്നും അറിയത്തില്ല, ഞാനൊരു ബാലനല്ലേ. അങ്ങനെ ഒരു കാര്യം ടാർസ്യൂസ് പറയുന്നു. അപ്പോൾ ഇന്നത്തെ കാർലോ നോക്കി, പ്രായക്കുറവിലും അവൻ ധൈര്യം കാണിക്കുന്നു. എൻ്റെ പ്രായക്കുറവാണ് എൻ്റെ ധൈര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈശോയെ സംഭവിച്ചുകൊണ്ട്, ആ പേടകം സംഭവിച്ചുകൊണ്ട് ടാർസ്യൂസ് പോകുന്ന വഴിക്ക് സുഹൃത്തുക്കളെല്ലാം വന്നിട്ട്, നീ അവിടെ നിൽക്കേ, നിൻ്റെ കയ്യിൽ എന്നാ കാണിക്ക്. അവനെ ശാഠ്യം പിടിക്കുക, വഴക്കിട്ടിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം കാണും. പക്ഷേ ഇവന് വളരെ ഭദ്രതയോടുകൂടെ ആ പരിശുദ്ധ കുർബാന കയ്യിൽ പിടിക്കുന്നു ടാർസ്യൂസ്. അപ്പം കൂട്ടുകാരെല്ലാം വിളിക്കുന്നു, ഇവൻ ഒരു മൈൻഡും ചെയ്യുന്നില്ല. എനിക്കൊരു അത്യാവശ്യ കാര്യമാണ്, ഞാൻ പോയിട്ട് വരാം. അപ്പം ഇതിൻ്റെ തലവൻ ഇവനെ വന്നിട്ട് അടിക്കുകയാണ്, നീ കൂടിയിട്ട് പോയാൽ മതി. അത് ശാഠ്യത്തോടെ വലിച്ചു പിടിക്കാൻ നോക്കുന്നു. ഒരു വഴിയെ വന്ന ഒരാൾ പറഞ്ഞു, ഇത് ക്രിസ്ത്യാനികളുടെ പരിശുദ്ധ കുർബാനയാണെന്ന് എടുത്തു പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ ചുറ്റും നിന്നവരെല്ലാം ഈ ടാർസ്യൂസിനിട്ട് അടിക്കുകയാണ്. ടാർസ്യൂസിനെ അടിച്ച് ആ സമയത്തൊരു സൈനികൻ അതുവഴി വരുന്നു, ക്രിസ്ത്യാനി ഒരു സൈനികൻ വരുന്നു, ഈ ടാർസ്യൂസിനെ രക്ഷപ്പെടുത്തുന്നെങ്കിലും അവൻ ആ മരണസമയത്ത് വെപ്രാളത്തിൽ പറയാണ്, എൻ്റെ കയ്യിൽ പരിശുദ്ധ കുർബാനയാണ്, ഇത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചേക്കണം. അപ്പോൾ ആ ബാലനുണ്ടായിരുന്ന ആ തീഷ്ണത എനിക്കും ഉണ്ടാകണം എന്നുള്ളൊരു ചിന്ത കാർലോയിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. അന്ന് തുടങ്ങി കാർലോ മാതൃകയായിട്ടെടുത്തത് വിശുദ്ധ സുവിശേഷകനായ യോഹന്നാൻ സ്ലീഹ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാർസ്യൂസിനെയാണ് മാതൃകയായിട്ടെടുത്തത്. മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതാണ് ടാർസ്യൂസ്. അപ്പം ടാർസ്യൂസിനെ മാതൃകയായിട്ടെടുത്തു. അദ്ദേഹം പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മതബോധന ഗ്രന്ഥം 208 പ്രതിപാദിക്കാനുള്ള പോലെ പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെപ്പറ്റി അന്നുണ്ടായിരുന്ന മാർപ്പാപ്പ പ്രതിപാദിച്ചു.
ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ടാർസ്യൂസിന് ഇത് ഈ ഒരു കർത്തവ്യം നിറവേറ്റാൻ സഹായിച്ചത്. അപ്പോൾ ഈ ധൈര്യം സംഭരിക്കാൻ വേണ്ടി കാർലോ അക്യൂറ്റീസ് ശ്രമിച്ചു. ഇവിടെ മറ്റൊരു വളരെ ബാലനായിരുന്ന ഒരാൾ എങ്ങനെയാണ് കർത്താവിൻ്റെ ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ചതെന്നുള്ളത് കൂടിയാണ് നമ്മൾ സംസാരിക്കുകയും അത് കാർലോയെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ അടിസ്ഥാനപരമായി ഇത് പറയുമ്പോൾ വളരെ പ്രധാനമായിട്ട് നിങ്ങളെ രണ്ടുപേരെക്കുറിച്ച് ഒന്നുകൂടെ പറയണം. കാരണം നിങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ കുഞ്ഞുനാൾ മുതൽ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ പ്രചോദനം മുതൽ കാറ്റഗിസം പഠിപ്പിക്കും, നമ്മുടെ രൂപതകൾ ക്രമീകരിക്കുന്ന ഇടവകളിലെ കാറ്റഗിസത്തിലൂടെയൊക്കെ വിശുദ്ധരെക്കുറിച്ചുള്ള പഠനങ്ങൾ കിട്ടിയത് നിങ്ങൾക്ക് ഒത്തിരി സഹായിക്കുകയും നിങ്ങൾ പിന്നീട് തുടർന്നും ആ വിശുദ്ധരെക്കുറിച്ച് അല്ലെങ്കിൽ വിശുദ്ധ വഴിയിൽ ജീവിച്ച ആളുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമാണല്ലോ ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് നമ്മളുടെ എല്ലാ മാതാപിതാക്കളോടും അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരോടും ഒരുപക്ഷെ കാറ്റഗിസം അധ്യാപകരോടും ഉൾപ്പെടെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞാനത് പറയുമ്പോൾ നന്ദിയോടെ ഓർക്കുന്നത് ഞാൻ ജീസസ് യൂത്തിലേക്ക് വരാൻ കാരണമായി എന്നെ ജീസസ് യൂത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ഒരു CMC സിസ്റ്ററുണ്ട്, സിസ്റ്റർ ആലീസ് പ്രസന്ന എന്ന് പറഞ്ഞ്. സിസ്റ്റർ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഇപ്പോഴും ഓർക്കേണ്ട എല്ലാ ആഴ്ചയും ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ പടം അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ആ ഒരു വിശുദ്ധൻ്റെ ഒരു ചെറിയ പുസ്തകം ഇത് നമുക്ക് കൊണ്ട് തന്നുകൊണ്ടേയിരിക്കും. ചില വിശുദ്ധരൊക്കെ ഉണ്ടെന്ന് തന്നെ നമ്മൾ അന്ന് അറിയണത് ഈ സിസ്റ്റർ കൊണ്ടുവരുമ്പോഴാണ്. ഇപ്പോഴും എൻ്റെ ഫീസ്റ്റ് ഡേ, എൻ്റെ കുടുംബത്തിലെ എല്ലാവരുടെയും ഫീസ്റ്റ് ഡേ, നമുക്കൊന്നും ഒരു അൽമായ സംവിധാനത്തിൽ ഫീസ്റ്റ് അത്ര ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നില്ലല്ലോ. കാരണം കൂടുതലും ബർത്ത്ഡേ ആണ് എല്ലാവർക്കും വലിയ കാര്യമായിട്ടൊക്കെ ഘോഷിക്കുക. പക്ഷേ എൻ്റെ എല്ലാ ഫീസ്റ്റിൻ്റെ തലേദിവസം എനിക്കൊരു കോള് വരും. ഞാനിത് പറയുന്നത് വിശുദ്ധരെക്കുറിച്ച് പറയുന്നതിലും പഠിപ്പിക്കുന്നതിലും വിശുദ്ധരെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കൊടുക്കുന്നതിലും നമ്മളെല്ലാവരും കുറച്ചുകൂടെ ജാഗ്രതയോടെ ഉത്സാഹത്തോടെ ചെയ്യണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. പിന്നെ മറ്റൊരു കാര്യം, പലതും ഇപ്പോൾ ഒരു മാതാപിതാക്കൾ പലതും മക്കളെ ഉപദേശിക്കുമ്പോൾ ഈ ഏജിൽ അതിന് വലിയൊരു പ്രോബ്ലം ഉണ്ടെന്ന്. ഉപദേശം മടുത്തിട്ടിരിക്കുക കുട്ടികൾ, പ്രത്യേകിച്ച് ടീനേജേഴ്സ്. അപ്പോൾ അവരോട് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ട് മടുത്തു അവർ. അപ്പോൾ പലപ്പോഴും വീട്ടിലുണ്ടാവുന്നത് വളരെ ക്വിക്കായിട്ട്, പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളും അമ്മയും മക്കളും ഒക്കെ തമ്മിൽ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നത് ഒരു തർക്കവും ബഹളമാണ്. എന്തു പറയുമ്പോഴും റിയാക്ട് ചെയ്യുന്ന മക്കൾ മാറേണ്ടി വരുന്നു. കാരണം ഉപദേശം കേട്ടവർ മടുത്തു. പിന്നെ അവർക്ക് ആകുള്ള റിയാക്ഷനാണ് അത് പലപ്പോഴും വളരെ നെഗറ്റീവ് സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. അത് വലിയ വഴക്കൊന്നുമല്ല, പക്ഷേ ഒന്നും കയറില്ല. പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഉപദേശിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വായിക്കാനായിട്ടും അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെയൊക്കെ ഇത്തരം വിശുദ്ധരെക്കുറിച്ചുള്ള ചില സാധ്യതകളൊക്കെ അവരുടെ കൺമുമ്പിൽ എത്തിക്കാൻ പറ്റിയാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടീനേജേഴ്സിനോടും യൂത്തിനോടുമൊക്കെ എനിക്ക് പറയാനുള്ള, മക്കളെ നമുക്കും ഇത് തീർച്ചയായിട്ടും ഈ ഒരു വിശുദ്ധനെ നമ്മൾ കുറേ കൂടെ ഒന്ന് അടുത്ത ഇടപഴകി പഠിക്കണം. പഠിക്കുമ്പോൾ പലതിലേക്കും ആരും ഉപദേശിക്കാതെ നമ്മുടെ കണ്ണും കാതും ഒക്കെ പോവും. ദൈവം നമ്മളതിനെ സഹായിക്കും. പക്ഷേ ഇപ്പോൾ ജോണിനെ കേട്ടുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവാം. കാർലോയുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കാർലോയെ സ്വാധീനിച്ച അനവധി വിശുദ്ധരുണ്ട്. അതിന് നമുക്ക് അതിൽ കാണാൻ പറ്റുന്ന ഒരാളാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും പാദുവയിലെ വിശുദ്ധ അന്തോണീസും. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് കാർലോ അക്യൂറ്റീസിനെ സ്വാധീനിച്ചത് അദ്ദേഹത്തിൻ്റെ എളിമയിലൂടെയാണ്. ഈ എളിമയെപ്പറ്റിയൊക്കെ കാർലോ ഒത്തിരി അധികം ധ്യാനിച്ചിട്ടുണ്ട്. അസീസി പോകാൻ കാർലോ ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പലതവണ അസീസി പോയി വിശുദ്ധൻ്റെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുകയും എളിമ എങ്ങനെ സമ്പാദിക്കുക എന്ന് ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാർലോയുടെ അമ്മ ഇത് ഞങ്ങളോട് പലപ്പോഴായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധയിലുണ്ടായിരുന്ന ദാരിദ്ര്യത്തോടുള്ള പ്രണയം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് വളരെയധികം ദാരിദ്ര്യവിധത്തെ വളരെയധികം പ്രണയിച്ച ഒരു വ്യക്തിയാണ്. കാർലോയും തൻ്റെ ജീവിതത്തിൽ ഈ ദാരിദ്ര്യം എങ്ങനെ സമ്പാദിക്കാം, ഈ എളിമ എങ്ങനെ ജീവിതത്തിലെ തൻ്റെ ഒരു ജീവിത ശൈലിയാക്കി മാറ്റാം എന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിലൂടെയാണ് പഠിച്ചത്. എനിക്ക് തോന്നുന്നു ഫ്രാൻസിസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞപ്പോഴും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പരാമർശിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തൻ്റെ ഒരു ശവസംസ്കാരം എന്താ പറയുക സംസ്കാര ചടങ്ങ് നടത്തുന്നത് അസീസിയിലാവണം തന്നെ സംസ്കരിക്കുന്നതെന്ന് അദ്ദേഹം വാശി പിടിച്ചു. അസീസി തീർച്ചയായിട്ടും നമ്മൾ പല സമയത്ത് പരാമർശിച്ചതാണ്. അത് വളരെ കൃത്യമായൊരു കാര്യമാണ്. വീണ്ടും ബ്രദർ പറയുന്നത് ഈ ദാരിദ്ര്യവും എളിമയുമാണ് കാർലോയെ അതുപോലെ സ്വാധീനിച്ചത്. നമുക്ക് സെയിൻറ്റ് ആൻ്റണിയിലേക്കൊന്ന് വരാം. പാദുവയിലെ വിശുദ്ധ അന്തോണീസിനെ പറ്റി ചിന്തിക്കുമ്പോൾ കാർലോയെ സ്വാധീനിച്ചത് വിശുദ്ധ കുർബാനയോടുള്ള അന്തോണീസ് പിതാവിൻ്റെ സ്നേഹമാണ്. പ്രത്യേകിച്ച് ഒരു കഴുത പോലും വിശുദ്ധ കുർബാനയിലെ ഈശോനെ കണ്ട് അതിനെ ആരാധിക്കുവാനും ബഹുമാനിക്കുവാനും ഉണ്ടായ സംഭവം
പാദുവയിലെ വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പാദുവയിലെ വിശുദ്ധ അന്തോണീസ് ഒരു വാക്കുതർക്കത്തിൻ്റെ ഇടയിൽ ജീവജാലങ്ങൾക്കെല്ലാം ക്രിസ്തുവിനെ കാണാൻ സാധിക്കും, വിശുദ്ധ കുർബാനയിലെ ഈശോയെ കാണാൻ സാധിക്കുമെന്ന് സമർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു കഴുത പോലും വിശുദ്ധൻ്റെ മുമ്പിൽ വെച്ച്, ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവർക്കുള്ള ഒരു പ്രേക്ഷിത ദൗത്യമായി, ഒരു പ്രേക്ഷിത ബോധ്യമായി വിശുദ്ധ കുർബാനയെ ഒരു കഴുത ആരാധിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. കാർലോയുടെ ജീവിതത്തിൽ കാർലോ ചിന്തിക്കുകയാണ്, ഒരു കഴുതയ്ക്ക് പോലും, ബുദ്ധിയും ബോധമൊന്നും ഇല്ലാത്ത ഒരു കഴുതയ്ക്ക് പോലും വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഇത്രയധികം വിവേകവും ബുദ്ധിയുമുള്ള ഇത്രയധികം മനുഷ്യർക്ക് എന്തുകൊണ്ട് വിശുദ്ധ കുർബാനയിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? ഈ ഒരു ചോദ്യമാണ് പലപ്പോഴും കാർലോയെ വിശുദ്ധനായ അന്തോണീസ് പിതാവിനോട് കൂടുതൽ താല്പര്യം തോന്നിക്കുവാനും പാദുവയിൽ പോകാനും വിശുദ്ധനോടുള്ള ഭക്തി കൂടുതൽ ജീവിതത്തിലെ നല്ലൊരു മാതൃകയാക്കി മാറ്റാനും വിശുദ്ധനെ കഴിഞ്ഞത് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അന്തോണീസ് പുണ്യാളനെ കുറിച്ച് നമ്മൾ കേട്ടതുപോലെ തന്നെ മറ്റൊരു ഫ്രാൻസിസ്കൻ നമ്മളിടയ്ക്ക് എന്താ പറയുക, നമ്മുടെ കാവൽ മാലാഖമാരെ കുറിച്ച് പരാമർശിച്ചപ്പോൾ പാദ്രെ പിയെ കുറിച്ച് പറയുകയുണ്ടായി. ഒന്ന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും? പാദ്രെ പിയും കാർലോയെ സംബന്ധിച്ചിടത്തോളം കാർലോയെ സ്വാധീനിച്ച ഒരു വിശുദ്ധനാണ്. കാർലോയുടെ ഫേവറേറ്റ് സെയിൻസിൽ ഒരു വ്യക്തിയായിരുന്നു പാദ്രെ പിയോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിൽ പാദ്രെ പിയോ അദ്ദേഹത്തെ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ കാവൽമാലാഖയോടുള്ള ഭക്തിയിൽ ഉപരി കുമ്പസാരിക്കാനുള്ള ഒരാഗ്രഹം, തീഷ്ണത. അതായത് പാദ്രെ പിയോയുടെ ഒരു അടുത്ത് പോകുന്നവരെല്ലാം കുമ്പസാരിച്ച് അവരെല്ലാം ആനന്ദത്തോടെ കൂടിയാണ് പോയിരുന്നതെന്ന് ഒരിക്കൽ കാർലോ അറിയാനിടയായി. അത് അറിയാനിടയായത് ഒരിക്കൽ ബോംബെ ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന സമയത്ത് അവർ ടാക്സി പിടിച്ചാണ് പോകുന്നത്. അതിൻ്റെ ടാക്സി ഡ്രൈവർ പാദ്രെ പിയോയുടെ സ്പിരിച്വൽ സണ്ണായിരുന്നു. പാദ്രെ പിയോയുടെ സ്പിരിച്വൽ സൺ എന്ന് പറയുന്നപ്പോൾ പാദ്രെ പിയുടെ അടുത്ത് കൂടെ കുമ്പസാരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. കൂടെ കുമ്പസാരിച്ച് വിശുദ്ധി പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ നല്ല തീഷ്ണതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കാർലോയോട് പറഞ്ഞു, ഞാൻ പാദ്രെ പിയുടെ സ്പിരിച്വൽ സണ്ണാണ്, പീറ്റൽചീനയിൽ ഒന്നും കൂടെ കയറിയിട്ട് പോകാം. ഓക്കെ, പീറ്റൽചീനയിൽ കയറാമെന്ന് പറഞ്ഞു. പാദ്രെ പിയുടെ തിരുശേഷിപ്പുകളുടെ മുമ്പിൽ വണങ്ങിയിട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ പാദ്രെ പിയോയുടെ അടുത്ത് പിശാചിൻ്റെ ആക്രമണത്താൽ പലരും വരുമായിരുന്നു, പല വ്യക്തികളും. അപ്പോൾ അങ്ങനെ വരുന്ന ആ വ്യക്തികളെ അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി, ഇപ്പം പിശാചിൻ്റെ ആക്രമണത്തിൽ എക്സോസിസം നടത്താൻ വേണ്ടി അവരെ പാദ്രെ പിയോ ബെർഗാമോയിലെ ഒരു ഗുഹയിലേക്ക് വിടുമായിരുന്നു എന്നാണ് പറയുന്നത്. ആ ബെർഗാമോയിലെ ഗുഹയിലൊരു പ്രത്യേകതയുണ്ട്. കാർലോയെ ഏറ്റവും കൂടുതൽ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സഹായിച്ച ഒരു വ്യക്തിത്വത്തെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മളൊക്കെ നമ്മുടെ യുവജനങ്ങൾ, എല്ലാവർക്കും വിശുദ്ധി എങ്ങനെ, ചാസ്റ്റിറ്റി, നമ്മുടെ ആ ബ്രഹ്മചര്യം എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ പറ്റുക എന്ന് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് ചിലപ്പോഴൊക്കെ പലരും വീണു പോകുന്നുണ്ട്. അതിന് കാർലോ കണ്ടുപിടിച്ച ഒരു എളുപ്പമാർഗ്ഗമായിരുന്നു ആ ബെർഗാമോയിലുണ്ടായിരുന്ന പാദ്രെ പിയോ പറഞ്ഞ വിശുദ്ധ മിഖായേൽ. വിശുദ്ധ മിഖായേൽ AD 3-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ഈ 15-ാം നൂറ്റാണ്ടിലും അങ്ങനെ 7 തവണയാണ് ആ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ നിൽക്കുന്ന ഈ ദേവാലയം, ഞാൻ നിൽക്കുന്ന ഈ ഗുഹ പരിശുദ്ധമാണ്, ഞാൻ ചവിട്ടുന്ന ഓരോ കല്ലുകളും പരിശുദ്ധമാണ്. അപ്പോൾ കാർലോയുടെ ജീവിതത്തിൽ ടച്ച് ചെയ്ത ഒരു കാര്യമാണ്, അന്ന് മുതൽ മാലാഖമാരോടുള്ള ജപത്തോടൊപ്പം വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. കാർലോയുടെ അമ്മ ഈ അടുത്ത കാലത്ത് സംസാരിക്കാനിടയായപ്പോൾ എന്നോട് പറഞ്ഞതാണ്, യുവജനങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കുന്ന ഒരു ഭാഗമാണ് എങ്ങനെ ചാസ്റ്റിറ്റി കീപ്പപ്പ് ചെയ്യാം, അവരെ സഹായിക്കാം എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന്. അപ്പോൾ കാർലോ തൻ്റെ ജീവിതത്തിൽ ചാസ്റ്റിറ്റി ടെംപ്റ്റേഷൻ വരും, പല ടെംപ്റ്റേഷൻസും വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സുഹൃത്ത് വന്നിട്ട് പോർണോഗ്രാഫി കാണിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. കാർലോ പറയുന്നത് ഇല്ല, എനിക്കിത് നോ എന്നുള്ളൊരു മറുപടിയാണ് പറയുന്നത്. ആ കൂട്ടുകാരനെ മാനസാന്തരപ്പെടുത്തി എടുക്കാൻ കാർലോ നോക്കുന്നുണ്ട്. അവനോട് പറഞ്ഞു, നിനക്കിതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ മുഖ്യദൂതനായി, നമ്മളിപ്പം ചൊല്ലുന്ന ആ പ്രാർത്ഥനയാണ് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ, ആ പ്രാർത്ഥന നീ ആവർത്തിച്ച് ചൊല്ലുക, നിൻ്റെ ജീവിതത്തിൽ ഇതിൽ നിന്നുള്ള വിടുതലെല്ലാം ലഭിക്കുമെന്ന് കാർലോ പറയുന്നു. അപ്പോൾ കാർലോയുടെ ജീവിതത്തിൻ്റെ നടന്ന എക്സ്പീരിയൻസും കൊണ്ടാണ് ഇത് പറഞ്ഞത്. ഈ ഒരു എപ്പിസോഡിൽ ഏറ്റവും എനിക്ക് ഭംഗിയായിട്ട് തോന്നിയൊരു കാര്യം, നമ്മൾ സാധാരണഗതിയിൽ വിശുദ്ധരുടെ മാധ്യസ്ഥം യാചിക്കുന്നതാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നൊരു കാര്യം. പലപ്പോഴും തീർത്ഥാടന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ പോകുന്നത്, പക്ഷേ ഇവിടെ അതല്ല, നമ്മൾ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും മാധ്യസ്ഥം പ്രധാനപ്പെട്ടതാണ്, പക്ഷേ വിശുദ്ധരുടെ ജീവിത മാതൃകയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാർലോയുടെ ജീവിതത്തിൽ സ്വാധീനിച്ചതായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തൊരു സാധനം. അതുതന്നെയാണ് നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്.
വിശുദ്ധരുടെ ജീവിതം മക്കളെ സ്വാധീനിക്കണം, നമ്മളെ സ്വാധീനിക്കണം. അങ്ങനെ നമുക്ക് അനേകർക്ക് വിശുദ്ധരെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നമ്മൾ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ വീണ്ടും കാർലോ അക്വിറ്റസിൻ്റെ ജീവിതത്തിലെ ചില സ്വാധീനങ്ങൾ, കാർലോ അക്വിറ്റസിനെ കുറിച്ചുള്ള ആ മനസ്സിലാക്കലിൽ നിന്ന് ലഭിച്ച ചില ബോധ്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. ആ പങ്കുവെക്കൽ നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, റീസെൻ്റ്ലി നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി മാറിയ ഒരു വ്യക്തിയാണ് കാർലോ. അപ്പോൾ ഞാനും ചിന്തിച്ചു, ആരാണ് ഈ കാർലോ എന്ന് ഞാനും ചിന്തിച്ചു പോയ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വീഡിയോസും അതൊക്കെ കണ്ട സമയത്ത് എനിക്ക് 1-2 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഒന്ന്, അദ്ദേഹം 15 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുപോലെ അദ്ദേഹം വളരെ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ കാണുന്നവരോടൊക്കെ 100% സ്നേഹത്തോടെ യാതൊരു പരിഭവമില്ലാതെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതെല്ലാം കേട്ടു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കി, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കി. അന്നേരം മനസ്സിലായത് ഇങ്ങനെയാണ്: ഈശോയെ പ്രതിയുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന്. ഇതെന്നെ വല്ലാണ്ട് ഇരുത്തി ചിന്തിപ്പിച്ചു. കാരണം ഞാനും ഈശോയെ പ്രതിയുള്ള സ്നേഹത്തിന് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്താ പറയുക, എൻ്റെ ജോലി മേഖലകളിൽ ഞാൻ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു പോയൊരു സമയമായിരുന്നത്. ഈ ഒരു 100% ആത്മാർത്ഥതയും എല്ലാവരോടും കൂടെ വസിക്കുന്നവരോടൊക്കെ ഏറ്റവും സ്നേഹത്തോടെയും പുഞ്ചിരിച്ച മനസ്സോടെയൊക്കെ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ, അതുപോലെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു. അതുപോലെ ഗെയിം കളിക്കാനും അതുപോലെ ഇൻസ്റ്റയിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഈശോയെ പ്രതിയുള്ള ഒരു സ്നേഹത്തെക്കുറിച്ചാണെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എന്നെ വണ്ടടിപ്പിച്ചൊരു കാര്യമായിരുന്നു. ഞാൻ ശ്രമിക്കുകയായിരുന്നു, എന്താണ് എൻ്റെ ഒരു ജീവിതത്തിൽ എങ്ങനെ എനിക്കും ഈശോയെ പ്രതി ഇങ്ങനെ ചെയ്യാനൊക്കെ പറ്റും എന്നൊന്ന് ചിന്തിക്കുന്ന സമയത്ത് ഞാനതൊന്ന് ശ്രമിച്ചു നോക്കി. എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് കൂട്ടുകാരെ ഭയങ്കര ഒരു എന്താ പറയുക, ഈശോയെ പ്രതി ഞാൻ എൻ്റെ ജോലി ഒന്ന് ആത്മാർത്ഥമായി ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ച സമയം മുതൽ എൻ്റെ ഹൃദയത്തിൽ ഒരു ആനന്ദമൊക്കെ നിറയാനായിട്ട് തോന്നി. എന്താണെങ്കിലും ഈ കാർലോ എന്ന ഈ ഒരു വ്യക്തി എന്താണ് നമ്മുടെ ഈ ഒരു യുവതലമുറയ്ക്ക് നല്ലൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എല്ലാ രീതിയിലും, അതായത് സോഷ്യൽ മീഡിയയിലും ഈ ഒരു കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രതി ചെയ്യുന്ന ഈ ഒരു വ്യക്തി നമുക്ക് എന്താണെങ്കിലും ഒരു ചലഞ്ചാണ്. നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ജീവിതം പിന്തുടരാനായിട്ട് ശ്രമിക്കാം. നന്ദി. എൻ്റെ പേര് ലിഡിയ തെരേസ പയസ്. കാർലോ പുണ്യവാളൻ്റെ ജീവചരിത്രത്തിൽ കൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് കയറി വന്നത് പുണ്യവാളൻ്റെ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയായിരുന്നു. എപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് നേരത്തെ ചെല്ലുകയും വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് നേരം ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ശീലമുള്ള വ്യക്തി. അത്രമാത്രം ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹത്താൽ കാർലോ പുണ്യവാളൻ നിറഞ്ഞിരുന്നു. ഒരിക്കൽ കാർലോ പുണ്യവാളൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കണ്ട് ഒരു വ്യക്തി ഇങ്ങനെ പറയുകയുണ്ടായി: ഞാൻ ദേവാലയത്തിൽ ചെന്ന് കഴിയുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു മാലാഖയെ എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നുവെന്ന്. ഒരു മാലാഖ എങ്ങനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, അത്രമാത്രം തീക്ഷ്ണതയോടെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന കാർലോയുടെ ഡയറി കുറിപ്പിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: നമ്മൾ മാതാപിതാക്കൾക്ക് അസുഖം ഉണ്ടായാൽ നമ്മൾ താമസിച്ച് അവിടേക്ക് പോവുമോ? അതുപോലെ തന്നെ സിനിമയ്ക്കോ മറ്റു പരിപാടികൾക്കോ പങ്കെടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ താമസിക്കുമോ? ഒരിക്കലുമില്ല. ആ ഒരു ചിന്താരീതിയായിരുന്നു വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ. നമ്മൾ ഈശോയുടെ കാര്യത്തിൽ എത്രമാത്രം നേരത്തെ ചെല്ലണോ അത്രമാത്രം നേരത്തെ ചെല്ലണമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു കാർലോയ്ക്ക്. അന്നു വേണ്ടിയുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് കർത്തൃപ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതിനോടൊപ്പം കാർലോ ഇങ്ങനെ പറയും: അന്നു വേണ്ടിയുള്ള പരിശുദ്ധ കുർബാനയും എനിക്ക് തരണമെന്ന്. കാരണം എല്ലാ ദിവസവും അത്രമാത്രം പരിശുദ്ധ കുർബാന കിട്ടണമെന്നുള്ള ആഗ്രഹം കാർലോയ്ക്ക് ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയോടുള്ള അഗാധമായ ഭക്തിയും കാർലോവിനെ ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാക്കിയിരുന്നു. ദിവ്യകാരുണ്യമാണ് എൻ്റെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ എന്നാണ് പുണ്യവാളൻ പറഞ്ഞിരുന്നത്. കാരണം അത്രമാത്രം പരിശുദ്ധ അമ്മയും ദിവ്യകാരുണ്യത്തെയും സ്നേഹിച്ചിരുന്ന വിശുദ്ധൻ. വിശുദ്ധ കുർബാന സ്വീകരണം കഴിയുമ്പോൾ കാർലോ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു: ഞാനിപ്പോൾ ഈശോയായിട്ടാണ് മാറിയിരിക്കുന്നതെന്ന്. എനിക്കും ഇതുപോലെയൊക്കെ ചിന്തിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഈശോ അല്ലാതായിട്ട് ഞാൻ മാറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോഴും ഈ ചെറുപ്പക്കാരുടെ ഈ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് എനിക്കും തോന്നി. കാർലോയെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ചും സ്നേഹിച്ചും ഒക്കെ ജീവിക്കണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമൊക്കെ ജീവിതത്തിലുണ്ടായി. കാർലോ അക്വിറ്റസ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്ന് ഈ ഷെയറിങ്ങുകളിൽ നിന്നും കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് യേശു ക്രിസ്തുവിനെ കുറേ കൂടി ചേർത്ത് നിർത്താനും സ്നേഹിക്കാനും ക്രിസ്തുവിനെ
കരങ്ങളിൽ ഒരിക്കലും വിട്ടുപോകാതെ പിടിച്ചുകൊണ്ട് നടക്കാനും നമ്മളെ കാർലോ അക്വിറ്റീസ് ഓർമ്മപ്പെടുത്തുകയാണ്. ആ അടുപ്പവും ആ ചേർന്ന് നിൽക്കലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡിൽ വളരെ ആത്മാർത്ഥമായ പങ്കുവെക്കലുകൾക്ക് രണ്ട് ബ്രദേഴ്സിനും നന്ദി പറയുന്നു. ഏവർക്കും നന്ദി.